കുട്ടികൾക്കായി 7 ദിവസം നീണ്ടുനിന്ന EPS നടത്തി. 2 പ്രോഗ്രാമുകൾ ഏറ്റവും മനോഹരം നടത്തുവാൻ പ്രോഗ്രാം ഡയറക്ടർ JFM ഷെബിൻ എബ്രാഹിമിനോട് നന്ദി അറിയിക്കുന്നു. JC ചെറുപുഴയിൽ ഏറ്റവും മികച്ച പ്രോഗ്രാം ഒന്നായി EPSനെ മാറ്റിയ ഫാക്കൽറ്റി ടീം, പൈലറ്റ് ഫാക്കൽറ്റി, പാസ്റ്റ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് JC സെനറ്റർ അഡ്വക്കേറ്റ് ജോമി ജോസഫ് സാറിനെയും കോ ഫാക്കൽറ്റി JC ഷോജി കെ, അഡ്വക്കേറ്റ് ജിജി ജോസഫ് എന്നിവരെയും വളരെ സ്നേഹപൂർവ്വം ഓർക്കുകയും അവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. ഈ വർഷം പരിസ്ഥിതി ദിനത്തിൽ ചെറുപുഴ ആർക്കിടെക്ചർ സ്കൂൾ പരിസ്ഥിതി ബോധവൽക്കരണ ക്ലാസ് നടത്തുകയും ഫലവൃക്ഷങ്ങൾ നടുകയും ചെയ്തു. Purpose to human life, that the brotherhood of man transcends the sovereignty of nations, that economic justice must be won by free men through free enterprise, that government should be of laws rather than of men, that their great treasure lies in human personality, and that service to humanity is the best work of life. Gentlemen, please raise your right hand like this and repeat after me. I do solemnly swear that I will faithfully execute the office of President of JCI Cheruvuda and will, to the best of my ability, serve as a living example of this organization. ഈ മനോഹരമായ ഈ സായാഹ്നത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ വളരെയധികം സന്തോഷമാണ്. കാരണം സുന്ദരമായ
ചെറുപുഴ എന്ന ഈ മലയോര ഗ്രാമത്തിൽ 41 വർഷം മുമ്പ് രൂപീകൃതമായ JC ചെറുപുഴയുടെ 42ാമത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ആദ്യമായി JC ചെറുപുഴയുടെ മുഴുവൻ മെമ്പേഴ്സിനോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ പ്രൊഫഷണൽ നെറ്റ്വർക്ക് ഇംപ്രൂവ് ചെയ്യാൻ എന്ന് വേണ്ട നമ്മുടെ സർവ്വ മേഖലകളിൽ നമ്മളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി JC മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. My dear JCs, please raise your right hand like this and repeat after me. I do solemnly swear that I will faithfully execute of JC Cherupuzha and will, to the best of my ability, serve as a living example of this organization's philosophy and belief. solemnly promise that I shall faithfully serve the purpose of the junior chamber and shall at all times uphold its ideals and principles. പുണ്യമാസമായ ഡിസംബറിന്റെ കുളിർമയിൽ എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. പച്ചപ്പുതപ്പൊഴിഞ്ഞ മലനിരകളാലും തോടും പുഴകളും കൊണ്ട് മനോഹരിയായ ചെറുപുഴയിലും സമീപ പ്രദേശങ്ങളിലും വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ JCയുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് മുന്നേറുന്ന ചെറുപുഴ JCയുടെ 42ാമത്
ഇൻസ്റ്റലേഷനാണ് ഇന്നിവിടെ നടക്കുവാൻ പോകുന്നത്. 2024 പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ എത്ര നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിന് മുകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കി അങ്ങനെ നല്ല രീതിയിൽ ആവുന്ന ദേശീയ ചെറുപുഴയെ നയിക്കാൻ എനിക്ക് സാധിച്ചു. അതിനെല്ലാം കാരണം എൻ്റെ എല്ലാ ദേശീയ സഹപ്രവർത്തകരുമാണ്. I am honored to present you an exceptional individual who has made significant contribution to the community. He is a pillar of our community, a role model for many, and a true inspiration to us all. He is a practicing lawyer at the High Court of Kerala and is now settled in Kochi. In 1991, he joined JCI Neeleshwar. He was elected as Zone President of Zone 19 in 1999. He served as General Legal Counsel of JCI India in 2000 and Executive Vice President in 2001. He was elected as the National President of JCI India for the year 2003. He is a winner of the Outstanding Law President Award of JCI India in 1996 and the Outstanding Executive Vice President Award in 2001. 2024 IPP സ്ഥാനത്തിന് ശേഷവും ഞാനിവിടെ നിന്ന് IPP എന്ന നിലയിൽ മികച്ച പ്രവർത്തനങ്ങൾക്ക് ശേഷം പടിയിറങ്ങുമ്പോൾ ഇതേ വേദിയിൽ വെച്ച് തന്നെ എനിക്ക് എൻ്റെ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ അവതരിപ്പിച്ച ശേഷം ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാനമാനങ്ങൾക്ക് ശേഷം ഇവിടുന്ന് പടിയിറങ്ങാൻ ഇതേ വേദി എനിക്ക് അവസരം കിട്ടിയിരിക്കുകയാണ്. This powerful belief lies at the heart of our leaders' journey. A journey that's all about action and endurance. Born and raised in Kannur, his life filled with endless passion and unshakable positive outlook. His journey with Junior Chamber International began in 2015, joining the mother local organization of Kerala, JCI Kannur. With the dedication and a clear vision, he steadily took on various roles, eventually becoming local organization president in 2021. എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയും ഞാനൊരു സോൺ വൈസ് പ്രസിഡന്റ് ആയ സമയത്ത് കൂടി എനിക്ക് കിട്ടിയ അവാർഡിന്റെ സമയത്ത് എന്നെ പൊക്കിയെടുത്ത് കൊണ്ടുപോയ പ്രിയപ്പെട്ട മെമ്പേഴ്സാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. എൻ്റെ ഒരു കുടുംബത്തിൽ വന്ന ഫീലാണ് ഇവിടെ എത്തി നിൽക്കുമ്പോൾ. അതുപോലെ തന്നെ എത്രയോ ദൂരെ നിന്ന് നോക്കിക്കണ്ട് ഒരുപാട് അഭിമാനം കൊണ്ടാണ് പ്രിയപ്പെട്ട പാസ്റ്റ് നാഷണൽ പ്രസിഡന്റ് ചീഫ് ഗസ്റ്റ് ആയിരിക്കുന്ന ഈ ഒരു ചടങ്ങിൽ ഇന്നൊരു സോൺ പ്രസിഡന്റായി സംസാരിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം ആദ്യം തന്നെ നിങ്ങളെ അറിയിക്കട്ടെ. ഞാൻ പല വേദിയിലും പറയുന്നത് ഒരു ചെറുപുഴ വരുമ്പം എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം 32 വർഷമായി, 92 മുതൽ 32 വർഷമായി ഇപ്പോൾ ഞാനൊരു ട്രെയിനറായി. എൻ്റെ ആദ്യത്തെ ട്രെയിനിങ് പ്രോഗ്രാം JCI ചെറുപുഴയിലായിരുന്നു. ഫസ്റ്റ് പ്രോഗ്രാം അത് ഇഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ് എന്നൊരു പ്രോഗ്രാമായിരുന്നു. ഇതിവിടെ പള്ളിയുടെ അടുത്ത് ഒരു വീടിൻ്റെ ഒരു ഷെഡിൻ്റെ ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞ ചായ്പിലായിരുന്നു. അതിൻ്റെ ഇടയിൽ കറണ്ട് പോയി. പിന്നെ മെഴുകുതിരി കത്തിച്ചിട്ട് ക്ലാസ് നടന്നു. OHP ഇല്ല, അങ്ങനെ ഒന്നുമില്ല. അന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഗോപാൽ പല്ലേരി ഇവാലുവേഷൻ വന്നിട്ട്, ഗോപാൽ പല്ലേരി വരുമ്പോൾ തന്നെ ആൾക്കാർക്ക് പൊതുവെ ചെറിയ പേടിയുണ്ടാവും. അങ്ങനെ കൃത്യമായി കാര്യങ്ങളെ ഇഴകീറി പരിശോധിച്ച് വിമർശനാത്മകമായി സംസാരിക്കുന്ന ഒരു നേച്ചർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പൊ ഞാനും എനിക്ക് പേടിയായിരുന്നു. എന്തായാലും എൻ്റെ ആദ്യത്തെ ട്രെയിനിനെ കുറിച്ച് ഇദ്ദേഹം വന്ന് പറയാൻ പോകുന്നു. അദ്ദേഹം വന്ന് എന്നോട് അന്ന് വന്നിട്ട് ഇവിടെ വിശേഷിപ്പിച്ചത് JCI പ്രസ്ഥാനത്തിന് ഒരു വിൻസ്റ്റൺ ചർച്ചിലിനെ കിട്ടിയിരിക്കുന്നു, ഒരു ബെർണാഷയെ കിട്ടിയിരിക്കുന്നു. ചെറുപുഴയുടെ കലാ സാംസ്കാരിക രംഗങ്ങളിലും സാമൂഹിക രംഗങ്ങളിലും ഒരു നിറച്ചാർക്കാക്കുവാൻ JCI ചെറുപുഴയ്ക്ക് സാധിച്ചു എന്നുള്ളത് JCI ചെറുപുഴയെ നയിച്ച പാസ്റ്റ് പ്രസിഡന്റുമാരുടെയും JCI ചെറുപുഴ മെമ്പർമാരുടെയും കഴിവും പ്രയത്നം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇന്ന് ഈ പ്രസ്ഥാനത്തെ ഈ നിലയിൽ നയിച്ച 41 കൊല്ലം ഞങ്ങളെ നയിച്ച പാസ്റ്റ് പ്രസിഡന്റുമാരെ വളരെ സ്നേഹപൂർവ്വം ഓർമ്മിക്കുകയാണ്.